വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ട് ജോബി വരുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ശ്രീകാന്തിന്റെ ഫോൺ നമ്പറൊക്കെ തപ്പിയെടുത്ത് ജോബി അങ്ങ് വിളിച്ചു. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. ജോബിയെ കണ്ടപ്പോൾ ആദ്യം ശ്രീകാന്തിന് ആളെ മനസ്സിലായിരുന്നില്ല. അപ്പോൾ ജോബി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. സാറേ, ഞാൻ കുറച്ച് ദൂരെ നിന്നും വരുന്നതാണ്. ആ രാജാക്കാട്ട് എന്നൊക്കെ പറയും. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, അപ്പോൾ നിങ്ങളാണോ എന്നെ വിളിച്ചത് എന്ന്? അതെ, ഞാൻ തന്നെയാണ് സാറേ വിളിച്ചത്. കാര്യം എന്താണെന്ന് അന്ന് പറഞ്ഞില്ലേ? ശ്രീകാന്ത് തിരിച്ചു ചോദിച്ചു. എനിക്ക് സാറിനോട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത് എന്ന് ജോബി പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളെ മുൻപരിചയമൊന്നും ഇല്ലല്ലോ എന്ന്. അന്നേരം ജോബി പറയുന്നുണ്ട്, സാറിന് എന്നെ അറിയില്ലായിരിക്കും, പക്ഷേ ഞാൻ പറയുന്നത് കേട്ടാൽ സാറിന് കാര്യം മനസ്സിലാവും. ഞാൻ ആരാണെന്നും എന്തിനാണ് വന്നത് എന്നൊക്കെ. സാറിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞപ്പോൾ ശരി, നമുക്ക് സംസാരിക്കാമെന്ന് ശ്രീകാന്ത് സമ്മതിച്ചു. അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ജോബി നേരെ കാര്യത്തിലേക്ക് കടന്നു. എനിക്ക് സാറിൻ്റെ അനിയത്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അനിയത്തിയെക്കുറിച്ചോ എന്ന് ശ്രീകാന്ത് അത്ഭുതപ്പെട്ടപ്പോൾ അതെ, സാറിൻ്റെ അനിയത്തി വേദയും ഭർത്താവ് വിക്രമും ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം എനിക്കറിയാം. അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ കണ്ണൊന്ന് തിളങ്ങി. അവരോടൊപ്പം ഒരു ചെറുപ്പക്കാരനും കൂടിയുണ്ട് എന്ന് ജോബി പറഞ്ഞപ്പോൾ ശ്രീകാന്ത് ഉറപ്പിച്ചു അത് അനിയൻകുട്ടൻ തന്നെയായിരിക്കുമെന്ന്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ എന്ന് ശ്രീകാന്ത് ഓർത്തു. അവൻ എവിടെയാണുള്ളത്, എന്താണ് അവിടുത്തെ അവസ്ഥ, ഇതൊക്കെ ശ്രീകാന്ത് തിരക്കി. അപ്പോൾ ജോബി പറഞ്ഞു, സർ, ഒന്നിനും ഇങ്ങനെ ധൃതി വെക്കണ്ട, ഞാൻ എല്ലാം വള്ളിപ്പുള്ളി വിടാതെ തന്നെ പറയാം. പിന്നീട് വേദയും വിക്രമും തോട്ടത്തിലേക്ക് ജോലിക്ക് വന്നതും അവിടെ കണ്ടതുമായ എല്ലാ കാര്യങ്ങളും ജോബി വിവരിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ശ്രീകാന്തിനൊരു കാര്യം വ്യക്തമായി. വേദവും വിക്രമും എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് എന്ന്. ഒരു വക്കീലായിരുന്ന അവൾ ഒരു തോട്ടത്തിൽ പോയിട്ട് കൊളുന്തു നുള്ളുന്നുണ്ട് എങ്കിൽ അവൾ അത്രക്കധികം ഉറച്ച തീരുമാനത്തിലാണ്. ഇത് തനിക്ക് പാരയാകുമെന്ന് ശ്രീകാന്തിന് മനസ്സിലായി. എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നോക്കുന്നത്. ആ സമയത്താണ് SI സാർ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നും ശ്രീകാന്ത് സാറിനെ പോയി കാണാൻ നിർദ്ദേശിച്ചതും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ജോബി പറഞ്ഞു. ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് വലിയ ഉപകാരമാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞല്ലോ, ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം. വിക്രമിൻ്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, അവൻ്റെ കാര്യങ്ങൾ ഞാനൊരു തീരുമാനമെടുത്തോളാം. അപ്പോൾ ജോബി പറയുന്നുണ്ട്, സാറേ, അവൻ കാരണമാണ് എൻ്റെ ജോലി പോയത്, അവനെ വെറുതെ വിടരുത്. എനിക്ക് സാറിൻ്റെ സഹായം വേണം. തീർച്ചയായിട്ടും നീ ധൈര്യമായിട്ടിരിക്ക്. ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് ശ്രീകാന്ത് ഉറപ്പ് നൽകി. ജോബി ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഉടനെ ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ചു. അച്ഛാ, അത്യാവശ്യമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് കാണണമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് ചന്ദ്രശേഖരനെ കണ്ട് ജോബി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരിച്ചു. ചന്ദ്രശേഖരൻ ചോദിച്ചു, നമുക്കവനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന്. അവൻ പറഞ്ഞത് വിക്രമിനെ കുറിച്ച് തന്നെയാണോ എന്ന്. അതെ അച്ഛാ, അതിൽ സംശയമൊന്നുമില്ല. അവരിവിടെ ഒളിവിൽ താമസിക്കുകയാണ്. അവർക്ക് സപ്പോർട്ടുമായിട്ട് അവിടെ ഒരു പള്ളിയിൽ അച്ഛനുമുണ്ട്, കുറച്ച് നാട്ടുകാരൊക്കെ കൂടെയുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ. വിക്രം കൂടെയുള്ള സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാം പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യണമെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. അന്നേരം ശ്രീകാന്ത് ചോദിച്ചു, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിന് വേണ്ട ആളുകളൊക്കെ ആദ്യം റെഡിയാക്കി വെക്കണം. നമ്മൾ ചെന്ന് പെട്ടെന്ന് തല വെച്ച് കൊടുക്കരുത്. ആളുകളെ ഇറക്കി ലൊക്കേഷൻ ഒന്നുകൂടി ഉറപ്പിക്കണം. വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയിട്ട് വേദ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. പിന്നെ അവൾക്ക് അവൻ്റെ കൂടെയുള്ള ജീവിതം ഉണ്ടാകില്ലല്ലോ എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. ശ്രീകാന്ത് ചോദിച്ചു, അവർ ജീവിതം തുടങ്ങിയെന്ന് തോന്നുന്നു അച്ഛാ. അതിനൊന്നും ഒരു കുഴപ്പമില്ലടാ, അവളെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടുവന്നാൽ മതി. പിന്നെ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നോളൂ. സത്യത്തിൽ ശ്രീകാന്തിന് അവളുടെ പേരിലെ സ്വത്തുക്കളിലായിരുന്നു കണ്ണ്. അത് തൻ്റെ പേരിലേക്ക് ആക്കിയാൽ പിന്നെ അവൾ എവിടെ പോയാലും തനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അതിനു മുൻപ് അവൾ വിക്രമിൻ്റെ കൂടെ ജീവിക്കാൻ പാടില്ല എന്നതായിരുന്നു അയാളുടെ ചിന്ത. എന്നാൽ ഇതൊന്നും അറിയാതെ അവിടെ വേദയും വിക്രമും ലക്ഷ്മിയുടെയും സന്തോഷിൻ്റെയും കല്യാണം നടത്താനുള്ള തിരക്കിലായിരുന്നു. വേദ ശ്രീലക്ഷ്മിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അണിയിച്ചൊരുക്കി. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അന്ന് നടന്നതൊന്നും വിക്രം മനഃപൂർവ്വം ചെയ്തതല്ല എന്നും അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നും ഇപ്പോൾ അവൻ്റെ മനസ്സ് മാറിയെന്നും വേദ പറഞ്ഞു കൊടുത്തു. എനിക്കറിയാം ചേച്ചി എന്ന് ശ്രീലക്ഷ്മിയും പറഞ്ഞു. അവൾ വലിയ സന്തോഷവതിയായിരുന്നു. ഈ സമയം വിക്രം സന്തോഷിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആർഭാടങ്ങളൊന്നുമില്ലാതെ ഗീവർഗീസ് അച്ഛനും കുറച്ച് വേണ്ടപ്പെട്ടവരും മാത്രം പങ്കെടുത്ത് വിവാഹം നടത്താൻ തീരുമാനിച്ചു. ഗീവർഗീസ് അച്ഛൻ തിരുമേനിയെ കണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇനി താലികെട്ട് മാത്രം മതി. ഇത്രയും കാര്യങ്ങൾ ശുഭമായി വന്നല്ലോ, ഇനി ആരും അന്വേഷിച്ചു വരില്ല എന്നും സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം നന്നായി പോകുമെന്നും വേദ വിക്രമയും കരുതി. ശ്രീലക്ഷ്മിയെ അണിയിച്ചൊരുക്കിയതിനു ശേഷം വേദ വിക്രമിൻ്റെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ തിരക്കി. വിക്രം പറഞ്ഞു, തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീനി സാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശ്രീലക്ഷ്മിയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയത്. ഇല്ലെങ്കിൽ പിള്ള സാറിൻ്റെ ഗുണ്ടകൾ നമ്മളെ തടഞ്ഞേനെ. പക്ഷേ വേദക്ക് പേടിയുണ്ടായിരുന്നു, ഇനിയും ആരെങ്കിലും വരുമോ എന്ന്.
പേടിക്കേണ്ട വേദ, ഇനി ആര് വന്നാലും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഇവരുടെ വിവാഹം ഞാൻ നടത്തും. ആരെയും അവരെ തൊടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വിക്രം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദക്ക് വലിയ ആശ്വാസമായി. ഇതേ സമയം ശ്രീനിവാസനെ കാണാൻ പിള്ള വരുന്നുണ്ട്. ശ്രീനിവാസനാണ് വിക്രമിനെ സഹായിച്ചത് എന്ന് പിള്ള അറിഞ്ഞു കഴിഞ്ഞു. അയാൾ ശ്രീനിവാസനെ വെല്ലുവിളിച്ചു. നിങ്ങൾ ചെയ്തത് ശരിയായില്ല ശ്രീനി. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ? എൻ്റെ പെങ്ങളുടെ മോളെ അവനിൽ നിന്നും അകറ്റാൻ നോക്കിയതായിരുന്നു ഞാൻ. പക്ഷേ നിങ്ങളത് നശിപ്പിച്ചു. എനിക്കിത് ക്ഷമിക്കാൻ പറ്റി. ശ്രീനിവാസൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയെങ്കിലും പിള്ള കേൾക്കാൻ തയ്യാറായില്ല. ഇന്നു മുതൽ നമ്മൾ ശത്രുക്കളായിരിക്കുമെന്ന് പറഞ്ഞ് അയാൾ പോയി. പക്ഷേ ശ്രീനിവാസന് അതിലൊരു കുലുക്കവും തോന്നിയില്ല. താൻ ചെയ്ത തെറ്റ് തിരുത്താൻ വിക്രം കാരണമായി എന്നാണ് അദ്ദേഹം കരുതിയത്. ക്ഷേത്രത്തിൽ സന്തോഷും അനിയൻകുട്ടനും എത്തി. എല്ലാവരെയും സാന്നിധ്യത്തിൽ താലികെട്ട് ചടങ്ങ് നടന്നു. തിരുമേനി താലിയെടുത്ത് സന്തോഷിന് കൊടുത്തു. അവൻ ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി. അനിയൻകുട്ടൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ താലികെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ അനിയൻകുട്ടൻ ബോധം കെട്ട് വീണു. വിക്രമും വേദയും വല്ലാതെ പേടിച്ചു പോയി. വിക്രം അവനെ കുലുക്കി വിളിച്ചിട്ടും അവൻ കണ്ണു തുറന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് അവർ അവനെ എടുത്തുകൊണ്ട് ഓടി. ആ സമയം അങ്ങോട്ടേക്കൊരു ജീപ്പ് വന്നു. അതിൽ നിന്ന് സേതു ഇറങ്ങി. അവർ എല്ലാവരും കൂടി അനിയൻകുട്ടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ചിലപ്പോൾ ഈ വീഴ്ചയും ബോധക്കേടും അനിയൻകുട്ടൻ്റെ ഓർമ്മകൾ തിരിച്ചു വരാൻ കാരണമായേക്കാം. തനിക്കന്ന് സംഭവിച്ച കാര്യങ്ങൾ അവൻ വേദയോടും വിക്രമിനോടും തുറന്നു പറയാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ അനിയൻകുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തിയ വിക്രമിൻ്റെയും വേദയുടെയും ഉള്ളിൽ തീയായിരുന്നു. ഐസിയുവിന് മുന്നിൽ ഓരോ നിമിഷവും തള്ളി നീക്കുമ്പോൾ വേദ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. സേതുവും ഗീവർഗീസ് അച്ഛനും അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ഒടുവിൽ ഡോക്ടർ പുറത്തു വന്ന് ആശ്വാസ വാർത്ത അറിയിച്ചു. വലിയ അപകടമൊന്നുമില്ല. പെട്ടെന്നുണ്ടായ BP വ്യത്യാസം കൊണ്ട് ബോധം മറിഞ്ഞതാണ്. പക്ഷേ ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അനിയൻകുട്ടൻ കണ്ണു തുറന്നപ്പോൾ അവൻ്റെ നോട്ടത്തിൽ ഒരു തെളിച്ചമുണ്ടായിരുന്നു. അവൻ വിക്രമിൻ്റെ കൈപിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. വിക്രം, അന്ന് ആ തോട്ടത്തിൽ വെച്ച് എന്നെ തള്ളിയിട്ടത് ജോബിയാണ്. അതുപോലെ തന്നെ അന്ന് പുളിക്കനെ കൊന്നത് ശ്രീകാന്താണ്. ശ്രീകാന്ത് സർ നേരിട്ട് കൊല്ലുന്നത് ഞാൻ കണ്ടതാണെന്നൊക്കെ തന്നെ. ഈ സത്യം കേട്ടതോടുകൂടി തന്നെ വിക്രമിൻ്റെ കണ്ണുകളിൽ കനൽ കോരിയിട്ട പോലെയായി. തൻ്റെ അനിയൻകുട്ടൻ്റെ ജീവിതം തകർത്തത് ആരാണ് എന്ന് വിക്രമിന് വ്യക്തമായിരുന്നു. പക്ഷേ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെടുന്നതിനു മുൻപേ തന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും അയച്ച ഗുണ്ടകൾ ആശുപത്രി വളപ്പിലെത്തിയിരുന്നു. പിള്ളസാറും കൂട്ടരും ശ്രീനിവാസനെ വകവരുത്താൻ നോക്കുന്ന വിവരം വിക്രം അറിഞ്ഞു. സന്തോഷും ശ്രീലക്ഷ്മിയും തങ്ങളുടെ മാംഗല്യത്തിൻ്റെ പുണ്യം അനിയൻകുട്ടൻ്റെ തിരിച്ചുവരവാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ നിന്നു. വേദ വിക്രമിൻ്റെ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വിക്രം, ഇനി ആയുധം എടുത്തല്ല, നിയമം കൊണ്ടാണ് നമ്മൾ പോരാടുന്നത്. ഉടനെ തന്നെ വേദ തൻ്റെ പഴയ വക്കീൽ കുപ്പായം മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞു. അനിയൻകുട്ടൻ്റെ മൊഴി കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും എതിരെയുള്ള കുരുക്കവൾ മുറുക്കി. ജോബിയെ പോലീസ് പൊക്കിയതോടുകൂടി തന്നെ ശ്രീകാന്തിൻ്റെ കോട്ടകൾ ഓരോന്നോരോന്നായി തകരാൻ തുടങ്ങി. സ്വത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ തകർക്കാൻ നോക്കിയ ശ്രീകാന്ത് അഴിക്കുള്ളിലായി. സന്തോഷും ശ്രീലക്ഷ്മിയും പുതിയൊരു ജീവിതത്തിലേക്ക് ചൂടുവെക്കുമ്പോൾ വിക്രമും വേദയും അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു പഴയ തറവാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.